നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഓഹ്, എന്തൊരടിയാണ് വൈഭവ് സൂര്യവംശി അടിച്ചത്. 15 പന്തിൽ, വെറും 15 പന്തിൽ 50 റണ്ണടിച്ചു, അർദ്ധ സെഞ്ചുറി തികച്ചു. എന്നിട്ട് 17ാമത്തെ പന്തിൽ ഔട്ടാവും ചെയ്തു 52 റണ്ണിന്. എല്ലാ പന്തും അടിയാണ്. ഒരു പന്തിനോടും നെഗറ്റീവായ ഒരു സമീപനമില്ല വൈഭവ് സൂര്യവംശിക്ക്. വെറും 15 വയസ്സാണ്, പക്ഷേ എല്ലാ പന്തും പോസിറ്റീവായിട്ട് മാത്രം കളിക്കുന്ന ഒരു പ്ലെയർ. 5 സിക്സും 4 ബൗണ്ടറിയാണ് അടിച്ചത്. 5 സിക്സും 4 ഫോറും. എന്തൊരു കളിയാണ്, തകർപ്പൻ. രാജസ്ഥാൻ ആദ്യത്തെ 6 ഓവറിൽ പവർ പ്ലേയിൽ 74 റണ്ണാണ്, വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ. മറുവശത്ത് ജയ്സ്വാൾ പതുക്കെ കളിച്ചുള്ളൂ, ഒരു ധൃതി അദ്ദേഹത്തിനില്ല. കാരണം സൂര്യവംശി ഇങ്ങനെ അടിക്കുകയാണ്. എന്തായാലും രാജസ്ഥാൻ റോയൽസ് തകർത്ത് കളഞ്ഞു. ചെന്നൈ സൂപ്പർ കിങ്സിനെ ഒന്നുമല്ലാതാക്കി. 5 തവണ IPL കിരീടം നേടിയ ചെന്നൈയെ ഒന്നുമല്ലാതാക്കി. വല്ലാത്തൊരു വിജയമായിരുന്നു. 128 റണ്ണ് വെറും 12.1 ഓവറിലാണ് മറികടന്നത്. ചെറിയ കളിയല്ല. 7.5 പന്ത് ബാക്കി നിൽക്കുന്നു, അതായത് 47 പന്ത്. എന്തൊരു റൺ റേറ്റാണ്, നെറ്റ് റൺ റേറ്റ്, വലിയ നെറ്റ് റൺ റേറ്റാണ് രാജസ്ഥാൻ റോയൽസിന് ഈ വിജയത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് മാറുകയും ചെയ്യും. കാരണം ഈ നിലയിലുള്ള ഒരു തോൽവി, അത് ആദ്യത്തെ കളി തന്നെ അവർക്ക് സഹിക്കാനാവാത്തതാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ മുൻനിര പല കളിക്കാർക്കും പരിക്കാണ്. പരിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ MS ധോണി, അദ്ദേഹം ഇനി 3 ആഴ്ച കളിക്കില്ല, ഏപ്രിൽ അവസാനം വരെ ഉണ്ടാകുള്ളൂ. അതായത് ഏതാണ്ട് നല്ലൊരു ശതമാനം കളികൾ, 6-6 കളികൾ അദ്ദേഹത്തിന് നഷ്ടമാകും. MS ധോണി വാലറ്റത്താണ് ഇറങ്ങുന്നതെങ്കിലും കഴിഞ്ഞ വർഷം IPLലൊക്കെ വാലറ്റത്താണ് ഏതാണ്ട് 6, 7, 8 ആയിട്ടാണ് ഇറങ്ങുന്നതെങ്കിലും ടീമിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ടീമിൻ്റെ മൊറാലിനെ ബൂസ്റ്റ് ചെയ്യുന്ന വലിയൊരു പ്ലെയറാണ്, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്ലെയറാണ് MS ധോണി. MS ധോണി ഇല്ല അവരുടെ കൂടെ എന്നത് തീർച്ചയായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവസാന നിമിഷം ബ്രെവിസിന് പറ്റിയിട്ടുള്ള പരിക്ക്. ബ്രെവിസ് ഒരു വമ്പൻ അടിക്കാരനാണ്, ഗംഭീര പ്ലെയറാണ്. ബ്രെവിസിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ബൗളിങ്ങിൽ എല്ലിസ് ഇല്ല. എല്ലിസിന് പകരം എടുത്തിട്ടുള്ള സ്പെൻസർ ജോൺസൺ ആകട്ടെ, അയാളും പരിക്കിലാണ്. പരിക്കുന്ന മുക്തനായി വരുന്നേ ഉള്ളൂ. ആദ്യത്തെ കുറച്ച് കളി കളിക്കാൻ പറ്റില്ല. താരതമ്യേന അനുഭവ സമ്പത്ത് കുറഞ്ഞ ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്, അങ്ങനെ പറയേണ്ടി വരും. കാരണം ഋതുരാജ് ഗൈക്വാദും സഞ്ജു സാംസനെ പോലെ കുറച്ച് കൂടുതൽ അനുഭവ സമ്പത്തുള്ളവരും പിന്നീട് അങ്ങോട്ട് അങ്ങനെ കാര്യമായ അനുഭവ സമ്പത്തുള്ളവരും ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നോക്കൂ, ചെന്നൈ സൂപ്പർ കിങ്സ് IPLയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒന്നുകിൽ സുരേഷ് റെയ്നയോ അല്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണിയോ ഇല്ലാതെ കളിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇല്ലാതെ കളിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഒന്നുകിൽ സുരേഷ് റെയ്നയോ അല്ലെങ്കിൽ ധോണിയോ ഉണ്ടാകും. അവരിൽ ആരെങ്കിലും ഒരു ആൾ ഇല്ലെങ്കിലും ഒരാളുണ്ടാകുമായിരുന്നു ഇതുവരെ അവരുടെ ചരിത്രത്തിൽ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ്, ആദ്യത്തെ മത്സരത്തിലാണ് അവരിൽ രണ്ടുപേരും ഇല്ലാതെ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നോക്കൂ, ആ ധോണിയൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ചെന്നൈ ഇനി കൂടുതൽ യുവതാരങ്ങളെ വെച്ച് കളിക്കാൻ ശീലിച്ചേ മതിയാകുള്ളൂ. അതാണ് അവരുടെ കൃത്യമായ കാര്യം. അവർക്ക് നല്ല ബൗളർമാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഖലീൽ അഹമ്മദ്, ഇന്നിപ്പോൾ 2 വിക്കറ്റും വീഴ്ത്തിയ അതുൽ കമ്പോജ് ഒക്കെ നല്ല ബൗളർമാരാണ്. പക്ഷേ ആ ഇമ്പാക്റ്റ് ഇപ്പോൾ നൂർ അഹമ്മദ് ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ്റെ നൂർ അഹമ്മദ്, അവരുടെ നല്ല സ്പിന്നറാണ്. പക്ഷേ അവർക്ക് ഇന്നത്തെ ദിവസം ശരിയായ വിധം അവരുടെ ബാറ്റിംഗ് അവരെ തകർത്ത് കളഞ്ഞു. ബാറ്റിംഗ് തീരെ 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 മോശമായി. നമ്മളൊക്കെ വിചാരിച്ച സഞ്ജു സാംസണൊക്കെ വളരെ നിരാശപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ചും ജോഫ്ര ആർച്ചറിൻ്റെ ഒരു പേസ് ഭയങ്കരമായിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതേസമയം രാജസ്ഥാൻ റോയൽസ് ആകട്ടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഗംഭീരമായിട്ടാണ് കളിച്ചത്. അവരുടെ ബൗളിംഗ്, ജോഫ്ര ആർച്ചറായാലും ബർഗർ ആയാലും, അവരുടെ 2 പേസ് ബൗളർമാരും ബർഗറും ആർച്ചറും ഗംഭീരമായിട്ടാണ് ബോൾ ചെയ്തത്. അവരുടെ സ്പിന്നർ രവീന്ദ്ര ജഡേജ നന്നായിട്ടാണ് ബോൾ ചെയ്തത്. 3 പേരും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. സന്ദീപ് ശർമ്മയും നല്ല ബൗളിങ്ങാണ് കാഴ്ചവെച്ചത്. പിന്നെ ബാറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ സൂര്യവംശിയൊക്കെ ആദ്യത്തെ പന്തുകളിൽ തന്നെ പുറത്താക്കിയില്ലെങ്കിൽ, ആദ്യത്തെ ഓവറുകൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം ആദ്യത്തെ പന്തുകളിൽ തന്നെ അയാളെ പുറത്താക്കണം. ഇല്ലെങ്കിൽ
അയാൾ നിന്ന് കഴിഞ്ഞാൽ തകർത്ത് കളയും. എതിർ ടീമിൻ്റെ മൊറാൽ നശിപ്പിച്ചിട്ടേ സൂര്യവംശിയൊക്കെ പിൻവാങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. 15 വയസ്സേ ഉള്ളൂ. അതിൻ്റെ ഒരു ആവേശവും എടുത്തുചാട്ടവും നല്ല പോലെയുള്ള ആളാണ് സൂര്യവംശി. സിക്സറുകൾ അടിക്കുന്നതിലാണ് അദ്ദേഹത്തിന് ഹരം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് അവർക്ക് ജയ്സ്വാളുണ്ട്, റയാൻ പരാഗുണ്ട്, ഇങ്ങനത്തെ നല്ല ധ്രുവ് ജുറേലുണ്ട്, നല്ല പ്ലേയേഴ്സ് ഉണ്ട് അവർക്ക് ബാറ്റിങ്ങിൽ. ബൗളിങ്ങിൽ നേരത്തെ പറഞ്ഞ പോലെ ആർച്ചറും ബർഗറും ഒക്കെ ഉണ്ട്. അപ്പോൾ രാജസ്ഥാൻ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ഒരു ഗെയിമാണ് കളിച്ചത്. നല്ല കളിയാണ് കളിച്ചത്. അവർ അർഹിച്ച ജയം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അവർ തീർച്ചയായിട്ടും മെച്ചപ്പെട്ടതല്ല, നല്ല കളി പുറത്തെടുക്കാതെ അവർക്ക് രക്ഷയില്ല. അവർക്ക് ആദ്യത്തെ കളിയായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് പരിഹരിക്കാൻ. അത് പരിഹരിച്ചിട്ട് മാത്രമേ ഇനി അവർ കളിക്കാൻ പാടുള്ളൂ. അവർ നല്ല മെച്ചപ്പെട്ട കളി തീർച്ചയായിട്ടും ഓരോ പൊട്ടൻഷ്യലുള്ള എല്ലാ കളിക്കാരും അത് പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. ആ പൊട്ടൻഷ്യലോടുകൂടി കളിക്കുക തന്നെ വേണം. 5 തവണ ലീഗിൽ ചാമ്പ്യന്മാരായ ഒരു ടീമാണ് CSK, ചെന്നൈ സൂപ്പർ കിങ്സ് എന്നത് മറക്കരുത്. അതിനൊത്ത ആ പേരിനും പെരുമയ്ക്കും ഒത്ത കളി ചെന്നൈ പുറത്തെടുത്തേ മതിയാകും.